ഹായ് ഫ്രണ്ട്സ്, ഇസു മാത്ത് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാൻ പോകുന്നത് സിലോജിസം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റീസണിങ് ഭാഗമാണ് സിലോജിസം. സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു ഇമാജിനറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എങ്ങനെ അതിൽ നിന്നൊരു ഇൻഫർമേഷൻ ഡിഡക്ട് ചെയ്തെടുക്കുന്നു എന്നാണ് സിലോജിസം എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ സിലോജിസം എന്ന് പറഞ്ഞുള്ള വേർഡിന്റെ മീനിങ് എന്താണെന്ന് ആദ്യം നോക്കാം. Syllogism is a Greek word which means inference or deduction. Inference എന്ന് പറഞ്ഞാൽ ഒരു അനുമാനത്തിൽ എത്തുക. It is a deductive argument in which conclusion has to be drawn from the given statement. Given statement base ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണ് ഡിഡക്ട് ചെയ്തിട്ട് എത്തുന്നതിനെയാണ് സിലോജിസം എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിൽ ചെയ്യുന്നത്. In this type of questions, a set of statements along with two or more conclusions is given. രണ്ടിലധികം conclusions ഉണ്ടാവും. On the basis of these statements, candidates are required the correctness of conclusions, whether the conclusion follows from the statement or not. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലോജിക് തന്നെയാണ്, പക്ഷേ ഇവിടെ ഇമാജിനറി ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റും സബ്സെറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് 4 കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ വരിക. പ്രപ്പോസിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രെമിസ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് 4 തരത്തിലുള്ള കാറ്റഗറി ആയിട്ട് തിരിക്കാം. അപ്പൊ ആദ്യത്തേതില് യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി എല്ലാം അടങ്ങുന്ന രീതിയിലുള്ളതിനെയാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സലിൽ തന്നെ 2 എണ്ണം ഉണ്ട്, അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള. യൂണിവേഴ്സൽ പോസിറ്റീവ് എന്ന് പറയും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിന്റെ താഴെ കാണുന്നത്. ഓൾ എ ആർ ബി, എല്ലാ എയും ബി ആണെന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു, ഫുൾ ആയിട്ടാണ്, യൂണിവേഴ്സൽ ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ യൂണിവേഴ്സൽ ആയിട്ട് നെഗറ്റീവ് ആയാൽ അതിന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വരിക, നോ എ ആർ ബി. നോ എ ആർ ബി ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ് വരുന്നത്. പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം പോസിറ്റീവ് അല്ലെങ്കിൽ കുറച്ച് ഭാഗം നെഗറ്റീവ് ആവുന്നതിനെയാണ് പെർട്ടിക്കുലർ എന്ന് പറയുന്നത്. ഇപ്പൊ പെർട്ടിക്കുലറിൽ നമുക്ക് 2 കണ്ടീഷൻസ് പറയാം. ഒന്ന്, സം എ ആർ ബി, കുറച്ച് എ ബി ആണ്, അല്ലെങ്കിൽ സം എ ആർ നോട്ട് ബി, സം എ ബി അല്ല എന്നുള്ള ആ ഒരു കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ 4 ഇതിലേക്ക് നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഈ 4 പ്രമിസ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻസിനെ എങ്ങനെയാണ് വെൻ ഡയഗ്രാം ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാന്നാണ് ആദ്യം നോക്കുന്നത്. ഇതിന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ, അതിന് ഓരോന്നിനും പല രീതിയിൽ വെൻ ഡയഗ്രാം വരക്കാം. അതിൽ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എന്താണ് ആവശ്യം അതിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഡയഗ്രാം റെപ്രസെന്റേഷൻസ് നമുക്ക് പല രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോരോ കേസുകളായിട്ട് നോക്കാം. 4 കേസ് ആണുള്ളത്. ഓൾ എ ആർ ബി, നോ എ ആർ ബി, സം എ ആർ ബി, സം എ ആർ നോട്ട് ബി, അങ്ങനെ 4 കേസുകളുണ്ട്. അപ്പൊ ഈ 4 കേസിന്റെയും വെൻ ഡയഗ്രാംസ് എങ്ങനെ വരും എന്നുള്ള കാര്യമാണ് നമ്മൾ തുടർന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ വരുന്നത് ഓൾ എ ആർ ബി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് ആദ്യം തന്നെ വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് ചിത്രം 2 രീതിയിൽ വരക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ 1.1 എന്ന് പറഞ്ഞ് കാണുന്നത്. സം ഓൾ എ ആർ ബി എന്നുള്ളതിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെൻ ഡയഗ്രാം മോഡലാണ്. ഇതും വേറൊരു കേസ് ആണ്. ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഒരു കേസേ യൂസ് ചെയ്യുന്നുള്ളൂ, പറയുമ്പോൾ എല്ലാ പോസിബിലിറ്റീസും പറയുന്നു എന്നുള്ളൂ. അപ്പൊ ഇത് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ എല്ലാ എയും ബി ആണ്. അപ്പൊ ഇതിലെ വലിയ സെറ്റ് രണ്ടാമത് പറഞ്ഞ സാധനമായിരിക്കും. അതായത് ബി ആണ് ഒരു വലിയ സെറ്റ്. ആ ബിയുടെ ഉള്ളിലുള്ള ഒരു സബ് സെറ്റ് ആണ് എന്ത്? എ. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ എ എന്തായാലും ബി ആയിരിക്കും, പക്ഷെ ബി വലുതാവണം എന്ന് നിർബന്ധമില്ല. എയും ബിയും ഈക്വൽ ആയിട്ടും വരാം. ആ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന പോസിബിലിറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫറൻസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നോർമൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മിനിമം ഓവർലാപ്പ് എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അത് പറയാം, അത് വരുമ്പോൾ പറയാം. ഇപ്പൊ തൽക്കാലം ഇതിനെ ഇങ്ങനെ 2 പോസിബിലിറ്റീസിൽ വരക്കാം എന്നുള്ളത് ആലോചിക്കാം. അതുപോലെ തന്നെ ഓൾ ബി ആർ എ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഡിഫറെന്റ് ആണ്. അതിന്റെ ചിത്രം വരിക ബി, അവിടെ ഏതായിരിക്കും വലുത്? അവിടെ എ ആയിരിക്കും വലുത്. ബി എയുടെ ഉള്ളിലുള്ള ഒരു സബ്സെറ്റ് ആയിട്ടാണ് ഈ ചിത്രം വരിക. ഈ അവസാനം പറഞ്ഞ സാധനത്തിന്റെ ചിത്രം ഇങ്ങനെയാണ് വരിക. ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ഓൾ ബി ആർ എ. ഓൾ ബി ആർ എ എന്ന് പറഞ്ഞാൽ ചിത്രം ഇങ്ങനെയാണ് വരിക, എയുടെ ഉള്ളിൽ ബി വരും എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ഒരു ഗ്യാപ്പ്, ബി എക്ക് പുറത്ത് എന്തായാലും കുറച്ച് ബി ഉണ്ടാവണം എന്നുള്ള ഒരു ഡിഡക്ഷൻ ഇതിലില്ല.
ആക്ച്വലി ഉള്ള ഡിഡക്ഷൻ എന്താണ്, എ ഉള്ളതൊക്കെ ബി ആണ്, പക്ഷെ എയുടെ പുറത്ത് വേറെ ബി ഉണ്ടാവണം എന്നുള്ള ഒരു കണ്ടീഷൻ ഇതിലില്ല. അത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അത് നോർമലി നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കേസ് ആണ് വളരെ സിമ്പിൾ. അതിൽ ആകെ ഒരൊറ്റ ഡയഗ്രേ ഉള്ളൂ, മനസ്സിലാക്കാനും എളുപ്പമാണ്. നോ എ ആർ ബി. നോ എ ആർ ബി എന്ന് പറഞ്ഞാൽ എ ഒന്നും ബി അല്ല. അതായത് രണ്ട് സെറ്റ് എയും ബിയും ഉണ്ട്, അത് രണ്ടും തമ്മിൽ എവിടെയും ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഓവർലാപ്പ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് ഒരു തെറ്റ് നേടാം. അതായത് ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ നോ എ ആർ ബി എന്ന് വരയ്ക്കുന്ന അത് തന്നെയാണ്, അതേ അർത്ഥം തന്നെയാണ് എന്ത്, നോ ബി ആർ എ. അത് നമുക്ക് ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യാം, കാരണം അവിടെയും ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറ്റിയാലും ചിത്രം മാറുന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതിൽ ഓൾ എ ആർ ബി എന്നുള്ളതിന് ഓൾ ബി ആർ എ എന്ന് പറയാൻ പറ്റില്ല, അത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നോ എ ആർ ബി എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, ഓൾ എ ആർ നോട്ട് ബി. ഓൾ എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാലും ഇതേ സംഭവം തന്നെയാണ്. അതിന്റെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നോ എ ആർ ബി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ രണ്ട് സെറ്റുകളും കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സെറ്റുകളാണ്. ഇനി മൂന്നാമത്തെ പ്രമിസ്, ആകെ 4 പ്രമിസ് ആണ് നമുക്കുള്ളത്. ഓൾ എ ആർ ബി, നോ എ ആർ ബി, സം എ ആർ ബി, സം എ ആർ നോട്ട് ബി. ഈ 4 കണ്ടീഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആ 4 കണ്ടീഷൻസിലെ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് സം എ ആർ ബി എന്നുള്ള കണ്ടീഷൻ ആണ്. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് ആദ്യത്തെ ചിത്രത്തിൽ കാണാം. സം എ ആർ ബി, എയിലേക്ക് എന്തായാലും കുറച്ച് ബി വരണം എന്നാണ്. അതായത് രണ്ടും കൂടെ ഇന്റർമിക്സ് ചെയ്ത് വരുന്ന ഒരു ഏരിയ നിർബന്ധമാണ്. ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗം ഒരിക്കലും എം ടി ആവാൻ പാടില്ല. അതായത് കുറച്ച് എ എന്തായാലും ബി ആയിരിക്കണം. അപ്പൊ ഇതിന്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ക് വെൻ ഡയഗ്രാം ഇതാണ്. അതല്ലാതെ there is at least one element that is both in set A and B. എയിലും ബിയിലുമായിട്ട് ഒരു എലമെന്റ് എന്തായാലും വരണം. അതല്ലാതെയും നമുക്ക് വരക്കാം. ഇവിടെ സം എ ആർ ബി ആണ്, പക്ഷെ എല്ലാം ആയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും സം എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്, ഇവിടെയും ഓക്കെ ആണ്. പിന്നെ സം എ ആർ ബി എന്ന് പറഞ്ഞതിൽ നിന്നും സം എ ആർ നോട്ട് ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇൻഫർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് എപ്പോഴും പുറത്ത് ബി എന്തെങ്കിലും ബിക്ക് പുറത്തുള്ള എ ഉണ്ടാവണം എന്നൊരു നിർബന്ധവും ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയും വരക്കാം. ഇവിടെയും സം എ ബി ആണ്, ഇവിടെയും സം എ ബി ആണ്. ഇതൊക്കെ ഇതിന്റെ 4 വ്യത്യസ്തമായ പോസിബിലിറ്റീസ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ 4 വരക്കണം എന്നില്ല, ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിന്റെ ബേസ് ഡയഗ്രാം. എയും ബിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഭാഗം ഉണ്ട് എന്നുള്ള കാര്യം ഷുവർ ആണ്. പിന്നെ സം ബി ആർ എ, അതും ഇതും എന്താണ്, സെയിം ആണ്. സം എ ആർ ബി എന്ന് പറയുന്ന പോലെ തന്നെയാണ് സം ബി ആർ എ എന്ന് പറയുന്നത്. ബിയിൽ കുറച്ച് ഭാഗം എന്താണ് ഇതിൽ വരും എന്ന് തന്നെയാണ് അതിന്റെയും അർത്ഥം. ഇനി നാലാമത്തെ കണ്ടീഷൻ സം എ ആർ നോട്ട് ബി, അതായത് ബി അല്ലാത്ത കുറച്ച് ഭാഗം എ എന്തായാലും ഉണ്ട് എന്നാണ് കാര്യം. അതായത് ഇതിന്റെ മീനിങ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഇൻ സെറ്റ് എ ദാറ്റ് ഈസ് നോട്ട് ഇൻ സെറ്റ് ബി. സെറ്റ് ബിയിൽ ഇല്ലാത്ത കുറച്ച് ഭാഗം എന്തായാലും എക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഈ ചിത്രത്തിൽ ഇവിടെ ആയിരിക്കും, ഈ ഒരു ഭാഗമായിരിക്കും. ഈ ഭാഗം ഒരിക്കലും എം ടി ആവരുത്. ബിയിൽ ഇല്ലാത്ത കുറച്ച് എ എന്തായാലും ഉണ്ട്. അതിനർത്ഥം ബിയിലുള്ള കുറച്ച് എ ഉണ്ട് എന്നുള്ള ഇൻഫർ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധമില്ല, അങ്ങനെയും ആവാം, അങ്ങനെ അല്ലാതെയും ആവാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിന്റെ പോസിബിലിറ്റീസ് ആണ്. ഈ ചിത്രങ്ങളൊക്കെ അതിന്റെ പോസിബിലിറ്റീസ് ആണ്. നമ്മൾ എടുക്കുമ്പോൾ നോർമലി ഇതാണ് എടുക്കുക, എന്നാലും ഈ ചിത്രങ്ങളൊക്കെ അതിന്റെ വേറെ പോസിബിലിറ്റീസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി മിനിമം ഓവർലാപ്പ് ഫിഗേഴ്സ് എന്താണെന്ന് നോക്കാം. അത് വെച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അതായത് ഓൾ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്രം വരച്ചാൽ മതി, വേറെ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ ഈ ചിത്രം വരയ്ക്കുക. അതുപോലെ സം എ ആർ ബി എന്ന് പറഞ്ഞാൽ ഈ ചിത്രവും വരയ്ക്കാം. ഇതിന്റെ പോസിബിലിറ്റീസിൽ ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എയും ബിയും കൂടെ എന്താണ്, എയും ബിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, എയും ബിയും കൂടെ ഇതില് സം എ ആർ ബിയിൽ ബി ആയിരിക്കും വലിയ സബ്സെറ്റ്. ബിയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ സബ്സെറ്റ് ആണ് എ, കാരണം ബി ആണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിൽ ഓളിന്റെ സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത് പറഞ്ഞത് ഏതാണോ അതാണ് വലിയ സബ്സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് തന്നെ ഓൾ ബി ആർ എ എന്നാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഓൾ ബി ആർ എ എന്നാണെങ്കിൽ ബി ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക, എ പുറത്താവും ഉണ്ടാവുക.
അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ആദ്യം ഓളിൽ ആദ്യം പറഞ്ഞത് ചെറിയ വട്ടമായിരിക്കും, രണ്ടാമത് പറഞ്ഞതാണ് വലിയ വട്ടം. ആ ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ വെൻ ഡയഗ്രാംസ് പോകുന്നത്. അപ്പം ഇനി ഈ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്ന് കൂടെ നോക്കാം. അതിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത്. ഒരു ബേസിക് ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റാർസ് ആർ പ്ലാനറ്റ്സ്, ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്. അപ്പോൾ ഇതിന്റെ ചിത്രം എങ്ങനെയായിരിക്കും വരുന്നത്? വെൻ ഡയഗ്രാം വരയ്ക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സം സ്റ്റാർസ് ആർ പ്ലാനറ്റ്. അപ്പോൾ സ്റ്റാറിന് എസ് ആണെന്ന് വിചാരിക്കുക, പ്ലാനറ്റ് പിയും. ഇപ്പോൾ സമ്മിന്റെ വെൻ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. ഇത് സ്റ്റാർ ആണ്, ഇത് പ്ലാനറ്റ് ആണ്. ഇനി പറഞ്ഞു ഓൾ പ്ലാനറ്റ്സ് ആർ ഗാലക്സീസ്. ഓൾ ആണ്. അപ്പൊ നമുക്കറിയാം ഓൾ ആണെങ്കിൽ പി ആണ് ഉള്ളിൽ വരിക, ഗാലക്സി പുറത്താണ് വരിക. ഓൾ പി ആർ ഗാലക്സി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ മേലെ കൂടെ വേറൊരു വട്ടം വരും. ഈ ചോപ്പാണ് എന്ത്? ഗാലക്സി. അപ്പൊ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള വെൻ ഡയഗ്രാം, മിക്സ്ഡ് വെൻ ഡയഗ്രാം ഇതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കൺക്ലൂഷൻസ് നോക്കാം. ഇതിൽ ഏതൊക്കെയാണ് ശരിയാവുന്നത് നോക്കാം. സം സ്റ്റാർസ് ആർ ഗാലക്സി. ഗാലക്സിയും സ്റ്റാറും മിക്സ് ആവുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് ശരിയാണ്. സം ഗാലക്സീസ് ആർ പ്ലാനറ്റ്സ്. കുറച്ച് ഗാലക്സി പ്ലാനറ്റ് ആവുന്നുണ്ടോ? ഉണ്ട്. അതിന്റെ വേറൊരു ഡയഗ്രാം ആണ് ഇത്. രണ്ടും കൂടെ മിക്സ് ആയി ഒരു വട്ടത്തിലാണ് വരുന്നത്. അപ്പൊ ഈ കണ്ടീഷനും എന്താണ്? ശരിയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കൺക്ലൂഷൻസും ശരിയാണ്. കൺക്ലൂഷൻ 1 and 2 ഫോളോ എന്നായിരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചിത്രത്തിലേക്ക് പോവാം. ഓൾ ടീച്ചേഴ്സ് ആർ സ്റ്റുഡൻസ്. അപ്പൊ ടീച്ചർ ആണ് ഉള്ളിൽ വരിക. ഇതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ടി ആദ്യം ഉള്ളിൽ വരും, അതിന്റെ പുറത്താണ് എന്ത് വരിക? പുറത്താണ് സ്റ്റുഡൻസ് വരിക. ഇത് സ്റ്റുഡൻസിന്റെ വട്ടം. പിന്നെ പറഞ്ഞു നോ സ്റ്റുഡൻറ് ഈസ് എ ഗേൾ. സ്റ്റുഡൻറ്റും ഗേളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഗേൾ വേറെ തന്നെ ഒരു വട്ടമായിരിക്കും, ഇവിടെ ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ എന്തില്ല? ഒരു കണക്ഷനും ഇല്ല. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ക്രോസ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിത്രം നമുക്ക് നോക്കാം. ഓൾ ഗേൾസ് ആർ സ്റ്റുഡൻസ്. ഓൾ ഗേൾസ് ആർ സ്റ്റുഡൻസ് എന്താണ്? തെറ്റാണ്. കാരണം ഗേൾസും സ്റ്റുഡൻസും തമ്മിൽ ഇവിടെ ഒരു ഓവർലാപ്പും വരുന്നില്ല. സം ഗേൾസ് ആർ സ്റ്റുഡൻസ്. സം ഗേൾസ് സ്റ്റുഡൻസ് ആണ്, അതും പറ്റില്ല. കാരണം ഗേൾസും സ്റ്റുഡൻസും തമ്മിൽ വീണ്ടും ഓവർലാപ്പ് ഒന്നും വരുന്നില്ല. അപ്പൊ രണ്ട് കൺക്ലൂഷൻസും തെറ്റാണ് എന്നുള്ള കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുന്നത്. രണ്ടും തെറ്റാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. സോ രണ്ട് കൺക്ലൂഷനും തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. സം കാർ ആർ ബസ്. കുറച്ച് കാറുകൾ ബസ്സുകളാണ്. സം ബസ് ആർ ട്രക്ക്. രണ്ട് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ തന്നത് മാത്രം സിമ്പിൾ ആയിട്ട് വരയ്ക്കുക. ആദ്യം കാറും ബസ്സും തമ്മിൽ എന്തുണ്ട്? കാറും ബസ്സും തമ്മിൽ ഒരു ഓവർലാപ്പ് ഉണ്ട്. ഇത് കാറാണെന്ന് വിചാരിക്കുക, ഇത് ബസ്സാണെന്ന് വിചാരിക്കുക. പിന്നെ പറഞ്ഞു ബസ്സും ട്രക്കും തമ്മിൽ ഓവർലാപ്പ് ഉണ്ട്. പക്ഷെ കാറും ട്രക്കും തമ്മിൽ ഓവർലാപ്പ് ഉണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് മാത്രം ഇങ്ങനെ വരച്ചാൽ മതി. കാറ്, ബസ്, ട്രക്ക്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? സം ബസ് ആർ കാർ. സം ബസ് ആർ കാർ ഓക്കെയാണ്, കാരണം ഇവിടെ ചിത്രം കണ്ടാൽ തന്നെ അറിയാം. ഓൾ ട്രക്ക് ആർ ബസ്. അതൊരിക്കലും ശരിയാവില്ല, കാരണം കുറച്ച് സമ്മേ ഉള്ളൂ, അത് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ ശരിയാണ്, രണ്ടാമത്തെ കൺക്ലൂഷൻ തെറ്റാണ്. ആ ഒരു രീതിയിലാണ് ആ ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സം സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം നോക്കുക. സം ബുക്സ് ആർ ടേബിൾസ്. സം ടേബിൾസ് ആർ മിറേഴ്സ്. കൺക്ലൂഷൻസ്. സം മിറേഴ്സ് ആർ ബുക്സ്. സം ടേബിൾസ് ആർ ബുക്സ്. എന്നിട്ട് ഇതിൽ ഏതാണ് ആൻസർ എന്നാണ് നമ്മൾ കമന്റ് ചെയ്യേണ്ടത്. എ ബി സി ഡി കാണാം. കൺക്ലൂഷൻ 1 ഫോളോസ്, കൺക്ലൂഷൻ 2 ഫോളോസ്, ബോത്ത് 1 and 2 ഫോളോസ്, ബോത്ത് 1 and 2 നോട്ട് ഫോളോ. ഇതിൽ ഏതായിരിക്കും ഉത്തരം വരിക എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുക. സം ബുക്ക് ആർ ടേബിൾസ്. സം ബുക്സ് ആർ ടേബിൾസ്. അപ്പൊ ഇത് ബുക്ക്, ഇത് ടേബിള്. പിന്നെ പറഞ്ഞു സം ടേബിൾസ് ആർ മിറേഴ്സ്. ടേബിള് മിറർ ആണ്, അപ്പൊ മിറർ വരച്ചു. ബുക്കും മിററും തമ്മിൽ ഉള്ള ഒരു റിലേഷൻ ഇതിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റൂല. തന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഓപ്ഷനിൽ നോക്കാം. സം മിറേഴ്സ് ആർ ബുക്സ്. സം മിറേഴ്സ് ആർ ബുക്സ് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. സം ടേബിൾസ് ആർ ബുക്സ് നേരെ തിരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അത് സെയിം ആണ്. സോ ശരിയാണ്. അപ്പൊ ഇതിൽ രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമേ ശരിയാവുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഉത്തരം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ഉത്തരം ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ്. ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്ലവർ ആണ് ചെറിയ വട്ടം, ഫ്ലവർ ചെറിയ വട്ടം, അതിൻ്റെ മേലെ ട്രീ വലിയ വട്ടം.
ഇനി നോ ഫ്രൂട്ട് ഈസ് ട്രീ, ഒരു ഫ്രൂട്ടും ട്രീ അല്ല. അപ്പൊ ഫ്രൂട്ടിന്റെ വേറൊരു വട്ടം ഇവിടെ, ഇതും ഇതും തമ്മിൽ എന്തില്ല, ലിങ്ക് ഇല്ല എന്ന് കാണിക്കാൻ ഒരു തെറ്റിടുക. ഇതായിരിക്കും അതിന്റെ വെൻ ഡയഗ്രാം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. നോ ഫ്രൂട്ട് ഈസ് ഫ്ലവർ. ഓക്കെ ആണ്, കാരണം ഫ്രൂട്ട് ഇതിന്റെ ഉള്ളിൽ, ഫ്ലവർ ഇതിന്റെ ഉള്ളിലുള്ള ഒരു സബ്സെറ്റ് ആണ്. ട്രീ ആയിട്ടുള്ള സബ്സെറ്റ്, വലിയ സബ്സെറ്റുമായിട്ട് ലിങ്ക് ഇല്ലാത്തത് കൊണ്ട് ഉള്ളിലുള്ളതുമായിട്ട് ലിങ്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതെന്താണ്, ഇത് ശരിയാണ്, ശരിയാണ്. സം ട്രീസ് ആർ ഫ്ലവേഴ്സ്, സം ട്രീസ് ഫ്ലവേഴ്സ് ആണ്, കാരണം ഇവർ തമ്മിൽ ഇവിടെ ഒരു മിക്സിങ് നടക്കുന്നുണ്ട്. മിക്സിങ് നടന്നാൽ മതി, അതിന്റെ വേറൊരു പോസിബിലിറ്റി ചിത്രമാണിത്. നമ്മൾ 4 കേസ് പറഞ്ഞല്ലോ. അപ്പൊ ഡിഡക്ട് ചെയ്യുമ്പം ആ 4 കേസിൽ ഏതെങ്കിലും ഒരു ചിത്രം ആയാൽ മതി. ഓക്കെ ആണ്, ഇതും ശരിയാണ്. സോ ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും, സി ആയിരിക്കും. ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്, സി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് സം ഹെൻസ് ആർ കൗസ്. കുറച്ച് ഹെൻസ് കൗസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഹെന്നും കൗവും വരച്ചു വെക്കാം. ഹെന്ന്, ഇത് കൗ. ഇനി പറഞ്ഞു ഓൾ കൗസ് ആർ ഹോഴ്സസ്, എല്ലാ കൗസും ഹോഴ്സസ് ആണ്. അപ്പൊ കൗ ആണ് ചെറിയ സബ്സെറ്റ്. കൗവിന്റെ മേലെ ഹോഴ്സിന്റെ വേറെ വലിയൊരു സബ്സെറ്റ് വരും എന്നാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെയായിരിക്കും വരിക. ഇത് ഹോഴ്സ് ആയിരിക്കും. ഇതാണ് ചിത്രം. ഇനി നോക്കുക, ഓപ്ഷൻ കൺക്ലൂഷൻസിലേക്ക് പോവാ. സം ഹോഴ്സസ് ആർ ഹെൻസ്. കുറച്ച് ഹോഴ്സ് ഹെൻ ആണ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇത് കൗ മൊത്തത്തിൽ എന്താണ്, കൗ മൊത്തത്തില് ഹോഴ്സ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് ഹോഴ്സ് തന്നെ എഴുതാം, അല്ലേ കൺഫ്യൂഷൻ ആവും. ഇത് ഹോഴ്സ്, ഇത് ഹെൻ. ഓക്കെ, ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ സോ ഇത് ശരിയാണ്. സം ഹെൻസ് ആർ ഹോഴ്സസ്, അതും ശരിയാണ്, കാരണം ഇവിടെ ഇന്റർലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. രണ്ട് കൺക്ലൂഷൻസും ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം. സം പിൻസ് ആർ ക്ലിപ്സ്. സം ക്ലിപ്സ് ആർ പിൻസ്. നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെൻസ്, പിന്നും പെന്നും ആണ്, ശ്രദ്ധിക്കണം പേര് എഴുതുമ്പോൾ. സം പിൻസ് ആർ ക്ലിപ്സ്. അപ്പൊ പിന്നാണിത്, പിന്നും ക്ലിപ്പും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സം ക്ലിപ്സ് ആർ പിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സം ക്ലിപ്സ് ആർ പെൻസ്. അപ്പൊ ഇത് പെന്നാണ്, മറ്റേത് പിന്നാണ്. രണ്ടും തമ്മിൽ സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് വെൻ ഡയഗ്രാം ആയി. ഇനി സ്റ്റേറ്റ്മെന്റിലേക്ക്, കൺക്ലൂഷനിലേക്ക് പോവാം. സം പിൻസ് ആർ പെൻസ്. അത് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാൻ പറ്റൂല, കാരണം ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്. തെറ്റ്. അടുത്തത് സം പെൻസ് ആർ ക്ലിപ്സ്. സം പെൻസ് ക്ലിപ്സ് ഓക്കെയാണ്, ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമേ ശരിയാവുന്നുള്ളൂ. ഓപ്ഷൻ ബി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം കിങ്സ് ആർ ക്യൂൻസ്. കുറച്ച് കിങ് ക്യൂൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് വരൂ, കിങ് ക്യൂന്, കിങ് ക്യൂന്. പിന്നെ പറഞ്ഞു ഓൾ ക്യൂൻസ് ആർ ബ്യൂട്ടിഫുൾ. എല്ലാ ക്യൂൻസും ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ക്യൂനിന്റെ മേലെ കൂടെ ബ്യൂട്ടിഫുൾ വരയ്ക്കുക. ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഇവിടെ ആയിരിക്കും. ഇനി ഓൾ കിങ്സ് ആർ ബ്യൂട്ടിഫുൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സം കിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്നാണെങ്കിൽ ഓക്കെ ആയനെ. പക്ഷെ ഓൾ കിങ്സ് പറയണമെങ്കിൽ കിങ് ബ്യൂട്ടിഫുളിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സബ്സെറ്റ്, ഇതിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സബ്സെറ്റ് ആയി വേണമായിരുന്നു. അപ്പൊ നമുക്ക് ഈ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റൂല, തെറ്റാണ്. ഓൾ ക്യൂൻസ് ആർ കിങ്സ്, ഇതും പറയാൻ പറ്റൂല. ഇത് പറയണമെങ്കിൽ ചിത്രം എങ്ങനെ വരണമായിരുന്നു? ക്യൂന് ഇങ്ങനെ വന്നിട്ട് അതിന്റെ മേലെ കിങ്ങിന്റെ ഒരു സബ്സെറ്റ് ഇങ്ങനെ വരണമായിരുന്നു. അങ്ങനെയാണോ? ഇവിടെ സമ്മിലാണ് റിലേഷൻ നിൽക്കുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ രണ്ട് കൺക്ലൂഷൻസും തെറ്റാണ്. രണ്ട് കൺക്ലൂഷൻസും തെറ്റായാൽ ഉത്തരം ഏതായിരിക്കും? ഉത്തരം ഡി ആയിരിക്കും. ഇഫ് ബോത്ത് കൺക്ലൂഷൻസ് 1 and 2 നോട്ട് ഫോളോ, ബി ആയിരിക്കും, ഡി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം, ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ബോയ്സ് ആർ ടോൾ, സം ബോയ്സ് ആർ ഷോർട്ട്. അപ്പൊ സം ബോയ്സ്, ബോയ്സ് വരക്കാം, ടോള് വരക്കാം, പിന്നെ കുറച്ച് ഷോർട്ടും. അപ്പൊ ഇങ്ങോട്ട് ഷോർട്ടും. ഇതാണ് വെൻ ഡയഗ്രാം. ഇനി നമുക്ക് ചിത്രത്തിലേക്ക് പോവാം, കൺക്ലൂഷനിലേക്ക് പോവാം. ഓൾ ടോൾ ആർ ഷോർട്ട്സ്. ഓൾ ടോൾ ആർ ഷോർട്ട് എന്ന് പറഞ്ഞത് ഇതിൽ ശരിയാവുന്നുണ്ടോ? ഇല്ല. ഓൾ ടോൾ ആർ ഷോർട്ട് എന്ന് പറഞ്ഞതിന്റെ ചിത്രം ഇങ്ങനെയായിരിക്കും വരിക. ടോൾ വരച്ച് അതിന്റെ മേലെ ഷോർട്ട് വരണമായിരുന്നു. അതില്ല, ഇത് തമ്മിൽ റിലേഷൻ ഇല്ല. സം ഷോർട്ട് ആർ ബോയ്സ്, ഇത് ഓക്കെയാണ്. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ,
അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. സം ബ്ലൂ ആർ റെഡ്. കുറച്ച് ബ്ലൂ റെഡ് ആണ് പറഞ്ഞിട്ടുണ്ട് ചിത്രം. നോ റെഡ് ഈസ് വൈറ്റ്. ബ്ലൂ റെഡ്, നോ റെഡ് ഈസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ റെഡും വൈറ്റും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പോൾ വൈറ്റ് വേറെ തന്നെ ഒരു സബ്സെറ്റ് ആയിരിക്കും, ഇത് തമ്മിൽ ലിങ്ക് ഇല്ല. ഇതാണ് ചിത്രം. ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. സം ബ്ലൂ ആർ വൈറ്റ് പറയാനുള്ള ഒരു ബന്ധവും ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഇത് തെറ്റായിട്ട് എടുക്കാം. ഇനി സം ബ്ലൂ ആർ നോട്ട് വൈറ്റ്. സം ബ്ലൂ ആർ നോട്ട് വൈറ്റ് നമുക്ക് പറയാം, കാരണം ഇതെന്തായാലും ആറിൽ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ആറിൽ വരുന്ന ഈ ഭാഗം എന്തായാലും നോട്ടാണ്. ആറിൽ വരുന്ന ഈ ബ്ലൂ എന്തായാലും നോട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് പറയാം ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓൾ കീസ് ആർ ലോക്സ്. നോ ലോക്ക് ഈസ് എ ഡോർ. ഓൾ ഡോർസ് ആർ വിൻഡോസ്. മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കീസ്, കീസ് അതിന്റെ മേലെ ലോക്ക്. കീസ് അതിന്റെ മേലെ ലോക്ക്. ഇനി നോ ലോക്ക് ഈസ് എ ഡോർ. ഇപ്പൊ ഡോറ് വേറെ തന്നെ ആയിരിക്കും, ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ഡോറും ഇതും തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. പിന്നെ ഓൾ ഡോർസ് ആർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിൻഡോസ് ഇതിന്റെ മേലെ വരും ഒരു സബ്സെറ്റ് ആയിട്ട്. വിൻഡോസ് ഇതിന്റെ മേലെ ഒരു സബ്സെറ്റ് ആയിട്ട് വരും. ഈ ഡോറും ലോക്കും തമ്മിലാണ് റിലേഷൻ ഇല്ലാത്തത്. വിൻഡോസിന്റെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കൺക്ലൂഷനിലേക്ക് പോവാം. നോ കീ ഈസ് എ ഡോർ. നോ കീ ഈസ് എ ഡോർ എന്തായിരിക്കും? ശരിയാണ്, കാരണം കീ ലോക്കിന്റെ ഉള്ളിൽ ഒരു ചെറിയ സബ്സെറ്റ് ആണ്. അപ്പൊ ലോക്ക് ഇതിനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ കീയും ഒരു ബന്ധവും ഉണ്ടാവില്ല. ശരിയാണ്. സം വിൻഡോസ് ആർ ഡോർസ്. വിൻഡോസും ഡോർസും നമ്മൾ ഇന്റർമിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ രണ്ടും ശരിയാണെങ്കിൽ ഡി ആണ് ഇവിടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ഡിസ്ട്രിക്റ്റ് ആർ സിറ്റീസ്. അപ്പൊ ഡിസ്ട്രിക്റ്റ് ആണ് ചെറിയ സബ്സെറ്റ് വരുന്നത്. ഡിസ്ട്രിക്റ്റ് ഒരു സബ്സെറ്റ് ആണ്, അതിന്റെ മേലെ സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് വേറെ വലിയൊരു സബ്സെറ്റ്. പിന്നെ ഓൾ സിറ്റീസ്, ഓൾ സ്റ്റേറ്റ്സ് ആർ സിറ്റീസ്. അപ്പോൾ വേറെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സബ്സെറ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്, ഓൾ ആയതുകൊണ്ട്. അപ്പൊ ഡിസ്ട്രിക്റ്റ് ഇതിന്റെ ഉള്ളിൽ വന്ന്, സ്റ്റേറ്റ് വന്ന്, അതിന്റെ മേലെ സിറ്റി. പിന്നെ പറഞ്ഞു സം സിറ്റീസ് ആർ കൺട്രീസ്. ചില സിറ്റീസ് കൺട്രീസ് ആണ്. അപ്പോൾ കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സബ്സെറ്റ് ഇവിടെ വന്ന് മിക്സ് ആയിട്ട് ഇത് കൺട്രീസ് ആണ്. ഇങ്ങനെയാണ് ചിത്രം ഉണ്ടാവുക. ഡിസ്ട്രിക്റ്റ് ഉള്ളില്, സ്റ്റേറ്റ് ഉള്ളില്, അതിന്റെ മേലെ സിറ്റീസ് എന്ന് പറഞ്ഞ സബ്സെറ്റ്, അതിന്റെ പുറത്തോട്ട് സം ആയിട്ട്. ഈ സം എന്ന് പറഞ്ഞ ഭാഗം സിറ്റിയും കൺട്രിയും തമ്മിലാണ്. ബാക്കിയുള്ളത് വരണം എന്ന് ഇൻഫർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഈ ഭാഗം സിറ്റിയും കൺട്രീസും തമ്മിലാണ്. ഇനി സം സ്റ്റേറ്റ്സ് ആർ ഡിസ്ട്രിക്ട്സ്. എവിടെയും എവിഡൻസ് ഇല്ല. ആവാം, ആവാതിരിക്കാം, ഇൻഫർ ചെയ്യാൻ പറ്റൂല, തെറ്റാണ്. സം കൺട്രീസ് ആർ സ്റ്റേറ്റ്സ്. അതും ഇൻഫർ ചെയ്യാൻ പറ്റൂല. സിറ്റീസ് മാത്രമേ ഇവിടെ ഇൻഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതും തെറ്റാണ്. രണ്ട് കൺക്ലൂഷൻസും തെറ്റാണ്. അതുകൊണ്ട് തന്നെ സി ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ സി ആയിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ആൾട്ടർനേറ്റീവ്സ് അപ്ലൈസ് ടു ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് കൺക്ലൂഷൻസ്? സം ഡോക്ടേഴ്സ് ആർ ടീച്ചേഴ്സ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. അപ്പൊ അതിന്റെ വെൻ ഡയഗ്രാം. ഓൾ ടീച്ചേഴ്സ് ആർ കൗൺസിലേഴ്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ വെൻ ഡയഗ്രാം വരക്കാം ആദ്യം. സം ഡോക്ടേഴ്സ് ആർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡോക്ടറും ടീച്ചറും. പിന്നെ ഓൾ ടീച്ചേഴ്സ് ആർ കൗൺസിലേഴ്സ്. എല്ലാ ടീച്ചേഴ്സും കൗൺസിലേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ടീച്ചറിനെ സബ്സെറ്റ് ആക്കിയിട്ട് കൗൺസിലേഴ്സിന്റെ വലിയൊരു സെറ്റ് വരയ്ക്കാം. അപ്പൊ ഈ ചുവപ്പാണ് എന്ത്? ചുവപ്പാണ് കൗൺസിലർ. അപ്പൊ എല്ലാം ആയി, ചിത്രങ്ങളെല്ലാം ആയി. ഇനി എന്ത് നോക്കുക? ഇനി കൺക്ലൂഷനിലേക്ക് പോവാം. സം കൗൺസിലേഴ്സ് ആർ നോട്ട് ടീച്ചേഴ്സ്. ചില കൗൺസിലേഴ്സ് ടീച്ചേഴ്സ് അല്ല. അങ്ങനെ പറയാനുള്ള ഒരു കൺക്ലൂഷൻ ഇല്ല. സം ടീച്ചേഴ്സ് ആർ കൗൺസിലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നോട്ട് പറയാനുള്ള വകുപ്പ് നമുക്ക് ഇല്ല. അപ്പൊ ആദ്യത്തെ കൺക്ലൂഷൻ എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ നോക്കാം. സം ഡോക്ടേഴ്സ് ആർ കൗൺസിലേഴ്സ്.
ചില ഡോക്ടേഴ്സ് കൗൺസിലേഴ്സ് ആണ്. ഇവിടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ഓക്കെ ആണ്, കറക്റ്റ് ആൻസർ ശരിയാണ്. അപ്പോൾ ഇനി ഇതിൽ ഏത് മാത്രമേ ശരിയാവുന്നുള്ളൂ? ഓൺലി കൺക്ലൂഷൻ 2 follows എന്നുള്ളതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. ഓൺലി കൺക്ലൂഷൻ 2 follows. ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഓൾ പോയറ്റ്സ് ആർ ഇൻ്റലിജൻറ്റ്. ഇപ്പോൾ പോയറ്റ്സ് ആണ് ഉള്ളിലെ സബ്സെറ്റ്, പോയറ്റ്സിൻ്റെ മേലെ ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സബ്സെറ്റ്. പിന്നെ പറഞ്ഞു ഓൾ സിംഗേഴ്സ് ആർ ഇൻ്റലിജൻറ്റ്. എല്ലാ സിംഗേഴ്സും എന്താണ്? ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സിംഗേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു സബ്സെറ്റ് വരും. പി യു എസും സബ്സെറ്റ്സ് ആയിട്ട് ഇൻ്റലിജൻറ്റിൻ്റെ ഉള്ളിലെ 2 സബ്സെറ്റ് ആണ് പി യു എസും. പക്ഷെ അവർ തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, കണ്ടീഷൻസ് നോക്കാം. ഓൾ സിംഗേഴ്സ് ആർ പോയറ്റ്സ് പറയാൻ പറ്റൂല. സം ഇൻ്റലിജൻറ്റ് പേഴ്സൺസ് ആർ നോട്ട് സിംഗേഴ്സ്. ആർ സിംഗേഴ്സ് എന്ന് പറയാം, ആർ നോട്ട് സിംഗേഴ്സ് എന്ന് പറയാൻ ഇൻഫർ ചെയ്യാൻ ഇതിൽ നിന്ന് പറ്റൂല. കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ തന്നിട്ടില്ല. സം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാം സം അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റൂല. അപ്പൊ എന്താണ്? 2 കൺക്ലൂഷൻസും തെറ്റാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ ഉത്തരം നൈദർ കൺക്ലൂഷൻ 1 nor 2 follows എന്നായിരിക്കും ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നോ മാൻ ഈസ് ഇൻ്റലിജൻറ്റ്. നോ മാൻ ഈസ് ഇൻ്റലിജൻറ്റ്. ഓൾ വ്യൂമൻ ആർ ഇൻ്റലിജൻറ്റ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ, ഇതിലെ ഇൻഫറൻസ് എങ്ങനെ എത്തും എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നിട്ടുള്ളത് മാൻ ഇവിടെ, ഇൻ്റലിജൻറ്റ് ഇവിടെ. ഓൾ വ്യൂമൻ ആർ ഇൻ്റലിജൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻറ്റ് കുറച്ചും കൂടെ വലിയ വട്ടാക്കാം, കാരണം അതിൻ്റെ ഉള്ളിൽ വ്യൂമന് വരാനുണ്ട്. ഓക്കെ, ഇൻ്റലിജൻറ്റ് വലിയ വട്ടം, വ്യൂമൻ അതിൻ്റെ ഉള്ളിൽ, ഓൾ വ്യൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ വ്യൂമൻ. ഇനി മെന്നും ഇൻ്റലിജൻറ്റും തമ്മിൽ എന്തില്ല? ഓവർലാപ്പ് ഇല്ല, ക്രോസ് ആണ്. ഇതാണ് ചിത്രം. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. നോ മാൻ ഈസ് എ വ്യൂമൻ. നോ മാൻ ഈസ് എ വ്യൂമൻ എന്താണ്? ശരിയാണ്, കാരണം ഇവർ ഈ വലിയ സബ്സെറ്റുകൾ തമ്മിൽ ഇന്റർലാപ്പ് ഇല്ല. നോ വ്യൂമൻ ഈസ് എ മാൻ, അതും ശരിയാണ്. 2ഉം ശരിയാണ്. അപ്പം എന്താണ്? ബോത്ത് 1 and 2 follow എന്നായിരിക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് 1 and 2 follows. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വരുന്നത് ഓൾ മെൻ ആർ വ്യൂമൻ. ഓൾ മെൻ ആർ വ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിൽ വ്യൂമൻ ആണ് വലിയ സബ്സെറ്റ്, മെന്ന് ചെറിയ സബ്സെറ്റ്, മെന്നിന്റെ മേലെ വ്യൂമൻ. പിന്നെ പറഞ്ഞു ഓൾ വ്യൂമൻ ആർ ക്രേസി. അപ്പോൾ വ്യൂമന്റെ മേലെ ക്രേസി എന്ന് പറഞ്ഞിട്ട് വേറൊരു സബ്സെറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നത് നോക്കാം. ഓൾ മെൻ ആർ ക്രേസി. ഓൾ മെൻ ആർ ക്രേസി എന്താണ്? പറയാം. മെന്ന് ഒരു ചെറിയ സബ്സെറ്റ് ആണ്, ക്രേസി അതിന്റെ മേലെ. ഓൾ ദ ക്രേസി ആർ മെൻ. ഓൾ ദ ക്രേസി ആർ മെൻ എന്ന് പറഞ്ഞാൽ ക്രേസി ചെറിയ സബ്സെറ്റും മാൻ അതിന്റെ മേലുള്ള വലിയ സബ്സെറ്റും ആവണം. അങ്ങനെയാണോ? അല്ല, തെറ്റാണ്. സം ഓഫ് ദ ക്രേസി ആർ മെൻ പറയാം, സം പറയാം, ഇവിടെ പറയാം. സം ഓഫ് ദ ക്രേസി ആർ വ്യൂമൻ, അതും പറയാം. 2ലും പറയാം. സോ ഏതൊക്കെയാണ് ശരിയാവുന്നത്? 1, 3, 4. ഓപ്ഷൻ സി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഓൺലി 1, 3 and 4 follows എന്നായിരിക്കും ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഓൾ സോൾജിയേഴ്സ് ആർ മെൻ. ഇപ്പോൾ സോൾജിയേഴ്സ് ചെറിയ സബ്സെറ്റ്, മെൻ അതിൻ്റെ മേലെയുള്ള വലിയ സബ്സെറ്റ്. സം സിറ്റിസൺസ് ആർ സോൾജിയേഴ്സ്. ചില സിറ്റിസൺസ് സോൾജിയേഴ്സ് ആണ്. സം സിറ്റിസൺസ് ആർ സോൾജിയേഴ്സ്. ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ വരാം, പുറത്തോട്ട് വരാം, ആവാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തൽക്കാലം ഇങ്ങനെ വരച്ചു എന്ന് വെക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കി വരക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരക്കാം. സോൾജിയറും മെന്നും ഇങ്ങനെ വരച്ചു, കുറച്ചൊന്ന് ക്ലിയർ ആക്കി വരക്കാൻ വേണ്ടിയിട്ട്. സോൾജിയർ ഇവിടെ വെച്ചു, മെൻ ഇവിടെ വരച്ചു. ഇനി ഏതൊക്കെ തമ്മിലാണ് മിക്സ് വരുന്നത്? സം സിറ്റിസൺസ് ആർ സോൾജിയേഴ്സ്. ഈ ഭാഗം മിക്സ് വരുന്നത്. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് അതേ ചിത്രം തന്നെയാണ്, കുറച്ചൊന്ന് സിമ്പിളർ ആക്കി വരച്ചു. ഇനി സം സിറ്റിസൺ ആർ മെൻ. ഓക്കെയാണ്, കാരണം ഇവർ തമ്മിൽ ഓവർലാപ്പിംഗ് ആണ്. അടുത്തത് ഓൾ സോൾജിയേഴ്സ് ആർ സിറ്റിസൺസ്. പറയാൻ പറ്റുമോ? ഇല്ല. ഓൾ സോൾജിയേഴ്സ് ആർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ സോൾജിയർ ചെറിയ സബ്സെറ്റും സിറ്റിസൺ അതിൻ്റെ മേലെയുള്ള വലിയ സബ്സെറ്റും ആയാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തെറ്റാണ്.
ഇങ്ങനെ വരണമായിരുന്നു, ഇങ്ങനെ വന്നിട്ടില്ല. സോ ഇതിൽ ഓൺലി വൺ ഫോളോസ് ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ അമേരിക്കൻസ് ആർ ഇംഗ്ലീഷ് സ്പീക്കിംഗ്. എല്ലാ അമേരിക്കൻസും ഇംഗ്ലീഷ് പറയുന്നവരാണ്. ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് ഇ ഇട്ടു, വലിയ വട്ടം ഇ ആണ്, ഇയുടെ ഉള്ളിൽ അമേരിക്കൻസ് ഉണ്ട്. നോ എസ്കിമോസ് ആർ ഇംഗ്ലീഷ് സ്പീക്കിംഗ്. എസ്കിമോ എന്ന് പറഞ്ഞ സബ്സെറ്റ് ഇതിൻ്റെ പുറത്ത്, ഇതുമായിട്ട് റിലേഷൻ ഇല്ല. ഈ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ ഇ ആണ്, ഉള്ളിലുള്ളത് അമേരിക്കൻസും ആണ്. ഇനി ഓപ്ഷൻസ് നോക്കാം. നോ എസ്കിമോസ് ആർ അമേരിക്കൻസ്, ഓക്കെ ആണ്, കാരണം അമേരിക്ക ഇംഗ്ലീഷിൻ്റെ ഉള്ളിലുള്ള സബ്സെറ്റ് ആണ്. നോ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആർ എസ്കിമോസ്, അതും ഓക്കെ ആണ്. അപ്പം എന്താണ്, ബോത്ത് 1 and 2 ഫോളോസ് ആയിരിക്കും. ബോത്ത് 1 and 2 രണ്ട് ഡിഡക്ഷൻസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. സോ 4 ആണ്, അതായത് ഓപ്ഷൻ ഡി ആണ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഷൂസ് ആർ വൈറ്റ്. ചില ഷൂസ് വൈറ്റ് ആണ്. ഓൾ വൈറ്റ് ആർ ബ്ലൂ. വൈറ്റ് ഒക്കെ ബ്ലൂ ആണ്. അപ്പോൾ ആദ്യം അത് വരക്കാം, എന്നാൽ ചിത്രം വരയ്ക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. വൈറ്റ് ബ്ലൂവിൻ്റെ ഉള്ളിലുള്ള ഒരു സബ്സെറ്റ് ആണ്, ഇത് ബ്ലൂ. ഇനി സം ഷൂസ് ആർ വൈറ്റ്, ചില ഷൂസ് വൈറ്റ് ആണ്, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വേറൊരു സബ്സെറ്റ്, ഇത് ഷൂവിൻ്റെ സബ്സെറ്റ്. ഷൂവും വൈറ്റും കൂടെ മിക്സപ്പ് ആയി. പിന്നെ എന്താണ് ചോദ്യം? ഓൾ ഷൂസ് ആർ ബ്ലൂ. ഓൾ ഷൂസ് ആർ ബ്ലൂ എടുക്കാൻ പറ്റുമോ? ഇല്ല. സം ഷൂസ് ആർ ബ്ലൂ പറയാം, ചിത്രം കണ്ടാൽ അറിയാം, ഇവിടെ മിക്സ് ആയി വരുന്നുണ്ട്. സോ ഓൺലി 2 ഫോളോസ് ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. ഓൺലി 2 ഫോളോസ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓൾ ഫ്രോഗ്സ് ആർ ടോർട്ടോയ്സ്. അപ്പോൾ ഫ്രോഗ്സ് ടോർട്ടോയ്സ് ആണ്. അപ്പം എങ്ങനെയാണ്? ഫ്രോഗ് സബ്സെറ്റ് ആണ്, ടോർട്ടോയ്സിൻ്റെ ഉള്ളിലെ ഫ്രോഗ് വരച്ചു, ടോർട്ടോയ്സ് അതിൻ്റെ പുറത്ത് വരച്ചു. നോ ടോർട്ടോയ്സ് ഈസ് എ ക്രോക്കഡൈൽ. അപ്പോൾ ക്രോക്കഡൈൽ ഇതുമായി ബന്ധമില്ലാത്ത വേറൊരു സബ്സെറ്റ് ആണ്, അതും വരച്ചു. ബന്ധമില്ലാന്ന് കാണിക്കാൻ ഒരു തെറ്റിട്ടു. ഇനി സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. നോ ക്രോക്കഡൈൽ ഈസ് എ ഫ്രോഗ്. ക്രോക്കഡൈൽ ഒന്നും ഫ്രോഗ് അല്ല, ശരിയാണ്. നോ ഫ്രോഗ് ഈസ് എ ക്രോക്കഡൈൽ, ശരിയാണ്, രണ്ടും ശരിയാണ്. അപ്പം എന്താണ്? ബോത്ത് 1 and 2 ഫോളോ എന്നായിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി വരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വെൻ ഡയഗ്രാം വരയ്ക്കാൻ മാത്രം ഐഡിയ ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. അതിൽ തന്നെ മിനിമൽ ഓവർലാപ്പ് ക്വസ്റ്റ്യൻസേ നമുക്ക് എന്തിൽ വരുള്ളൂ? RRBയിൽ വരുള്ളൂ. ഇതൊക്കെ SSC RRB പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസിന്റെ ഒരു കറക്റ്റ് പാറ്റേൺ നമുക്ക് ഐഡിയ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സം സ്കേർട്ട് ആർ ബെഞ്ചസ്. സ്കേർട്ട്, ബെഞ്ച്. ഇനി നോ ബെഞ്ച് ഈസ് എ ടേബിൾ. ടേബിൾ വേറെ പുറത്തൊരു സബ്സെറ്റ്. ഇതും ബെഞ്ചും ടേബിളും തമ്മിൽ ബന്ധമില്ല. ഇനി ഓപ്ഷൻസ് നോക്കാം. സം സ്കേർട്സ് ആർ ടേബിൾസ് പറയാൻ പറ്റൂല, അവിടെ ബന്ധമില്ല. സം ബെഞ്ചസ് ആർ സ്കേർട്സ്, ഓക്കെയാണ്. ഓൾ ബെഞ്ചസ് ആർ സ്കേർട്സ് പറയാൻ പറ്റുമോ? ഇല്ല, ഓൾ പറയാൻ പറ്റൂല. സം ടേബിൾസ് ആർ സ്കേർട്സ് അതും പറയാൻ പറ്റില്ല, തെറ്റാണ്. അപ്പോൾ ആകെ രണ്ടാമത്തെ കൺക്ലൂഷൻ മാത്രമേ ശരിയുള്ളൂ. അത് ഏതാണ്? ഓപ്ഷൻ ബി, ഓൺലി 2 ഫോളോസ് ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. ഓൺലി 2 ഫോളോസ്. അടുത്തത് ഓൾ ഡോഗ്സ് ആർ ബുക്സ്. എല്ലാ ഡോഗ്സും എന്താണ്? ബുക്സ് ആണെന്നാണ്. അപ്പോൾ ഡോഗ് ഉള്ളിലുള്ള സെറ്റ്, അതിൻ്റെ മേലെ ബുക്കിൻ്റെ വേറൊരു സബ്സെറ്റ്. ഇനി ഓൾ ബുക്സ് ആർ പിക്ചേഴ്സ്. അപ്പോൾ ബുക്കിൻ്റെ മേലെ പിക്ചേഴ്സിൻ്റെ വേറൊരു സബ്സെറ്റ്. ഇങ്ങനെയാണ് ചിത്രം. ഡോഗ്, ബുക്ക്, പിക്ചർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓൾ ഡോഗ്സ് ആർ പിക്ചേഴ്സ്, ഓക്കെയാണ്. ഓൾ ഡോഗ്സ് ആർ പിക്ചേഴ്സ് ആകുമ്പോൾ ഡോഗ് ഉള്ളിൽ, അതിൻ്റെ മേലെ പിക്ചർ, അത് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് കാണുന്നുണ്ട്. ഓൾ ബുക്സ് ആർ ഡോഗ്സ് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ പറയുമ്പോൾ ബി ആണ് ഉള്ളിൽ, ഡോഗ് പുറത്തായിരുന്നു വരേണ്ടത്. അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ചാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഇത് തെറ്റാണ്. ഓൾ പിക്ചേഴ്സ് ആർ ഡോഗ്സ് അതും പറയാൻ പറ്റില്ല, നേരെ തിരിച്ചാണ് പിക്ചർ ഉള്ളത്. ഇനി അടുത്തത് വരുന്നത് സം പിക്ചേഴ്സ് ആർ ബുക്സ്. കുറച്ച് പിക്ചേഴ്സ് ബുക്സ് ആണ്, ഓക്കെയാണ്, ശരിയാണ്. അപ്പോൾ 2 കൺക്ലൂഷൻസ് ശരിയായി. അപ്പോൾ ഏതാണ് ഉത്തരം? ഓൺലി 1 and 4 ഫോളോ. 1ഉം 4ഉം ആണ് ഇവിടെ ശരിയാവുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ഗോഡ്സ് ആർ ടൈഗേഴ്സ്. ഗോട്ട് ഒക്കെ ടൈഗർ ആണ്, അപ്പോൾ ഗോട്ട് അതിൻ്റെ മേലെ ടൈഗറിൻ്റെ സബ്സെറ്റ്. ഇനി ടൈഗർ എല്ലാം ലയൺ ആണ്. ഓൾ ടൈഗേഴ്സ് ആർ ലയൺസ്. അപ്പോൾ ടൈഗറിൻ്റെ മേലെ ലയണിൻ്റെ സബ്സെറ്റ്. ഇങ്ങനെയാണ് ചിത്രം. ഗോട്ട്, ടൈഗർ, ലയൺ. ഇനി കൺക്ലൂഷൻസ് നോക്കാം.
നോ ഓൾ ടൈഗേഴ്സ് ആർ ഗോഡ്സ്. ഓൾ ടൈഗേഴ്സ് ഗോഡ്സ് ആണെങ്കിൽ ടൈഗർ ഉള്ളിൽ വന്നിട്ട് ഗോട്ട് പുറത്തുള്ള സബ്സെറ്റ് ആവണമായിരുന്നു. അല്ല, അങ്ങനെയല്ല. ഓൾ ലയൺസ് ആർ ടൈഗേഴ്സ്, അതും പറയാൻ പറ്റില്ല, അത് നേരെ തിരിഞ്ഞാണ് വന്നിട്ടുള്ളത്, അതും തെറ്റാണ്. ഇനി അടുത്തത് നോ ഗോട്ട് ഈസ് എ ലയൺ. നോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പോസിറ്റീവ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്ന ചിത്രങ്ങളാണ്. നോ ലയൺ ഈസ് എ ഗോട്ട്, ഇതും തെറ്റാണ്, കാരണം ഇതെല്ലാം കൂടെ ഒറ്റ വട്ടത്തിലാണ്. അപ്പൊ നോന്റെ കണ്ടീഷൻ വരണമെങ്കിൽ ഇങ്ങനെ ഒരു വെട്ട് വരണം, അത് ഇവിടെ ഒന്നുമില്ല. അപ്പൊ നോ ഒരു കണ്ടീഷനും ഇതിലില്ല. അപ്പൊ എന്താണ് ഉത്തരം? നൺ ഓഫ് ദി കൺക്ലൂഷൻസ് ഫോളോ. ഇതിലൊരു കൺക്ലൂഷനും ശരിയല്ല എന്നാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സിലോജിസം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നോക്കേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ 4 കേസുകൾ മനസ്സിലാക്കുക, അതിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയാണ് വരക്കുന്നതെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ബാക്കി എളുപ്പമാണ്. ഇപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ആ 4 കേസുകളും അതിന്റെ ഡയഗ്രവും മാത്രം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഹോംവർക്ക് ചോദ്യങ്ങൾ വരാം, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് പക്കയാവും. സോ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സെഷൻ എൻഡ് ചെയ്യുന്നു.